നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, അങ്ങ് എന്തായാലും വാർത്തയിൽ കൂടി അറിഞ്ഞിട്ടുണ്ടല്ലോ ഗവർണറുടെ ഈ ഒരു പ്രതിഷേധം, പ്രതികരണം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട ഗവർണർ റോഡ് സൈഡിൽ ഇറങ്ങി ഇരിക്കുന്നത്. സമരക്കാരെ വെല്ലുവിളിക്കുകയും അവരെ ജനാധിപത്യപരമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷോ ആയിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇന്ത്യയിലെ ഒരു ഗവർണർമാർക്കും ഇല്ലാത്ത ഒരു രീതി ഇങ്ങനെ കേരള ഗവർണർക്ക് കിട്ടുന്നത്. അദ്ദേഹം മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സമരങ്ങൾ സാധാരണ സ്വാഭാവികമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള വിവിധ സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്കെതിരെ സമരം സ്വാഭാവികമാണ്. അതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. ഇത് അദ്ദേഹം ഒരു ഷോ കാണിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ് അവിടെ നിന്നിട്ട് മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മുഖ്യമന്ത്രി വരണമെങ്കിൽ പിന്നെ അദ്ദേഹം കുറെ നാൾ അവിടെ ഇരിക്കേണ്ടി ഒരു കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇത് അദ്ദേഹം ഇരിക്കുന്ന പദവി മറന്നുകൊണ്ടാണ് ഈ ഷോ മുഴുവൻ കാണിക്കുന്നത്. അത് ജനാധിപത്യ കേരളം അത് പൊറുക്കില്ല, അംഗീകരിക്കില്ല, കീഴടങ്ങില്ല എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മിനിസ്റ്റർ, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമം ഉണ്ടാകുമോ ഈ സമയത്ത്? സർക്കാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ വാഹനത്തിൽ പോയി ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങി റോഡിലിറങ്ങി പിന്നെ അവിടെ സമരം ചെയ്യുന്നവർക്കെതിരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിന് എന്താ കാര്യം? സർക്കാരിന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്. പോലീസ് സർക്കാരിന്റെ ഭാഗം തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ വി ശിവൻകുട്ടി പ്രതികരിച്ചതിന്. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ 24-നോട് പ്രതികരിച്ചത്. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ എതിർത്തുകൊണ്ട് ഗവർണർ റോഡരികിൽ ഇരുന്ന് നടത്തുന്ന സമരത്തെ അദ്ദേഹം എതിർത്താണ് സംസാരിച്ചത്. അതേപോലെ തന്നെ അവിടെ പോലീസുണ്ട്, നിയമം നടപ്പാക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉള്ള നടപടികൾ അതിനുണ്ടാകുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്.